ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്യാമും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അവിടെ എത്തുന്നുണ്ട്. അപ്പൊ ശ്രുതിയുടെ അച്ഛൻ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരെയും കാണുന്നത്. ശ്രുതിയുടെ അച്ഛൻ കുറച്ചുകൂടി മാറി നിന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഹോ, എന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വഴിയരികിലും അമ്പലത്തിലേക്ക് വരേണ്ട അവസ്ഥയായാലോ ഈശ്വര എന്ന് പറയാണ്. എന്റെ അഞ്ജലി മോളോ, നിനക്ക് എന്റെ തിരക്ക് അറിയില്ലേ? അത്രമാത്രം തിരക്കുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം ഞാൻ നിന്നെ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ നിനക്ക് മനസ്സിലാവും അവിടെ കൂടി കെട്ടിക്കിടക്കണ കേസുകളുടെ തിരക്ക് എത്രമാത്രമാണെന്ന്. ഓഹോ, അതൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാവും. എന്റെ ശ്യാമേട്ടൻ വീട്ടിൽ വരാതാകുമ്പോ തന്നെ എനിക്കറിയില്ലേ പണിത്തിരക്ക് കാരണമാണെന്ന്. അപ്പോ നിനക്ക് എല്ലാം അറിയാലേ, പിന്നെ അല്ലാതെ ഇത് സ്നേഹം കൊണ്ടുള്ള പരിഭവല്ലേ? ഇതിൽ ഞാൻ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട് എന്ന് പറയാണ്. നിന്റെ പോലത്തെ ഒരു ഭാര്യയെ കിട്ടിയതിലാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എല്ലാം ശ്യാമേട്ടൻ ഇന്ന് പതിവിലും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടായതല്ലോ. എന്താ പ്രാർത്ഥിക്കുന്നുണ്ടായെന്ന് പറയുമ്പോൾ അതേ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ആർക്കും പറയാൻ പാടില്ലെന്നാ പറയണത്. ഞാൻ ഭാര്യയല്ലേ, എന്നോട് പറഞ്ഞിച്ച് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പ്രാർത്ഥിച്ചതോ ദിവസം പോകുന്തോറും എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടി കൂടി വരണേന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും എന്ന് അഞ്ജലി പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം വാ നമുക്ക് തൊഴുതിട്ട് വരാം എന്ന് പറയട്ടെ നമ്മുടെ ശ്യാം അഞ്ജലിയുടെ തോളിൽ കൈയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ അച്ഛൻ വിചാരിക്കുകയാണ്, ഇതല്ലേ മറ്റേ സ്ത്രീ അന്ന് ഇവന്റെ ക്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞത്? അപ്പോൾ അത് കള്ളമായിരുന്നല്ലേ? എന്തായാലും ഇവന്റെ പ്ലാൻ എന്താന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമിന്റെ തൊട്ടു പിന്നാലെ തന്നെ ശ്രുതിയുടെ അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ പനിച്ച് വിറച്ച് ഇങ്ങനെ കിടക്കുവാണ്. അശ്വിന്റെ അടുത്തേക്ക് ആ ചേച്ചി വരുന്നുണ്ട്. മോനെ, ഇതാ മരുന്ന്, ഇത് പനി മാറാനുള്ള മരുന്നാണ്, ഇത് ജീരകവെള്ളം, മോൾക്ക് മരുന്ന് കൊടുക്കണം. പിന്നെ ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നുണ്ട് മോൾക്ക് കൊടുക്കാനായിട്ട്. എന്തു പറ്റിയോന്നോ പെട്ടെന്ന് മോൾക്ക് പനി വരാൻ വേണ്ടി? ഇവിടെ രാത്രി ഭയങ്കര തണുപ്പാണ് സർ, പൊതച്ചു മൂടി കിടന്നില്ലെങ്കിൽ പെട്ടെന്ന് കാലാവസ്ഥ പിടിച്ചില്ലെങ്കിൽ ഇതുപോലെ പനിയൊക്കെ വരും, അതുകൊണ്ടായിരിക്കും. സാർ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഈ മരുന്ന് കഴിച്ച് തന്നെ മാറും. ഇപ്പൊ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയൊരു ആശ്വാസമുണ്ട്, മരുന്നും കൂടി കൊടുത്താൽ മതി, ഞാൻ ചുക്ക് കാപ്പി കൊണ്ടുവരാം. ശരി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ മരുന്നായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി ആ സമയത്ത് ഉറങ്ങുവാണ്. ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ശ്രുതി വല്ലാതെ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഒട്ടും വയ്യ. വാ എഴുന്നേക്ക് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പതുക്കെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുവാണ് അശ്വിൻ. അതിനുശേഷം മരുന്ന് കൊടുക്കുന്നുണ്ട്. ശ്രുതി, ഈ മരുന്ന് ചേച്ചി തന്നതാ, മരുന്ന് കഴിക്ക്, പിന്നെ ചുക്കുകാപ്പി ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്, അതുകൂടി കുടിച്ച അസുഖം മാറും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുകയാണ്. അശ്വിന്റെ ആ പെരുമാറ്റം കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുവാണ്. വല്ലാത്ത സ്നേഹവും കെയറിംഗ് ഒക്കെ അശ്വിൻ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ആ മരുന്നും കഴിച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. ഇനി നീ കുറച്ചേരം കിടക്ക്, നന്നായിട്ട് റെസ്റ്റ് ചെയ്യ്, നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ പനി കുറയും, ചുക്കുകാപ്പി ആകുമ്പോൾ ഞാൻ വരാം എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതിനെ വീണ്ടും കിടത്തുവാണ് അശ്വിൻ. അതിനുശേഷം പൊതച്ചു മൂടി ശ്രുതി അങ്ങനെ കിടക്കുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് തന്നെ കണ്ണടക്കുന്നുണ്ട് ക്ഷീണം കാണാൻ. ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, സോറി ശ്രുതി, സോറി, ഒരുപാട് സോറി. ഞാൻ ഇന്നലെ നീ വണ്ടിയിലെ ഡീസലെല്ലാം കളഞ്ഞത് നീ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യം കൊണ്ട് ചെയ്തു പോയത്, എന്നോട് ക്ഷമിക്കും നീ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷം പതുക്കെ അശ്വിൻ ശ്രുതിയുടെ ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴേക്കും ശ്രുതി നല്ല ഉറക്കമാണ്. പതുക്കെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് എനിക്കതൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ശ്രുതിയുടെ ചെവിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അശ്വിൻ്റെ ആ ഒരു ചെറുതായിട്ട് ശ്രുതിയുടെ മുടിയിൽ തട്ടുന്നുണ്ട്. ശ്രുതി അപ്പം തന്നെ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഒന്നുമില്ല ഉറങ്ങിക്കോ എന്ന് പറയട്ടെ. പെട്ടെന്ന് അശ്വിൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ എന്തെന്ന് അറിയാണ്ട് അങ്ങനെ ആലോചിച്ച് ശ്രുതി പെട്ടെന്ന് തന്നെ കണ്ണടക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ശ്യാമിന്റെ പുറകെ നടക്കുവാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ. അങ്ങനെ ശ്യാം അഞ്ജലിയുടെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. ഇനി എപ്പോഴാ ശ്യാമേട്ട വീട്ടിലേക്ക് വരുന്നത്? വൈകിട്ട് വരാം. കള്ളമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല മോള്, പണി തീർത്തത് പെട്ടെന്ന് വരാൻ കേട്ടോ. അല്ല, ഇന്നെന്താ മുത്തശ്ശി വരാതിരുന്നത്? അതോ വരുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഒരു കാലുവേദന. അതേതായാലും നന്നായി. എന്ത് കാലുവേദന വന്നത്? അല്ലല്ല, മുത്തശ്ശി നിന്റെ കൂടെ വരാത്തത്. അതുകൊണ്ട് എൻ്റെ അഞ്ജലി മോളുമായിട്ട് എനിക്ക് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റുമല്ലോ, എൻ്റെ രാജകുമാരിയായിട്ട് എനിക്ക് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയാണ്. എന്തായാലും മോള് വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റി വേണം. ശരി ശ്യാമേട്ട, പണി തീരുമ്പോൾ പെട്ടെന്ന് വരണം കേട്ടോ, വരാം മോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ആക്കുവാണ്. അങ്ങനെ അഞ്ജലി വണ്ടിയിൽ കയറുവാണ്. അഞ്ജലി അങ്ങനെ വണ്ടിയിൽ കയറി ജസ്റ്റ് വണ്ടി ഇങ്ങനെ തിരിയുമ്പോൾ തന്നെ ശ്യാം തിരിയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ തൊട്ട് പിന്നാലെ നിൽക്കുവാണല്ലേ. എടാ, നീ ചതിക്കുമായിരുന്നല്ലേ, അത് നിന്റെ ക്ലൈന്റ് എന്നായിരിക്കും നീ പറയാൻ വരുന്നല്ലേ. ആ അച്ഛ, അത് മിണ്ടിപ്പോരുത് നീ, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായടാ. പാവം, ഇതുപോലത്തെ എത്ര ക്ലൈന്റ് എത്ര ജില്ലകളിൽ ഉണ്ടടാ നിനക്ക്. പാവാ സ്ത്രീനെ നീ പറ്റിക്കുമായിരുന്നല്ലേ. അതുപോലെ എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേടാ എന്ന് ശ്രുതിയുടെ അച്ഛൻ ശ്യാമിനോട് ചോദിക്കുക കേട്ടോ. അങ്ങനെ അതേസമയം തന്നെ കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് ആ ചേട്ടൻ വരുന്നുണ്ട്. അതായത് ആ വീട്ടിലെ ചേട്ടൻ വരുന്നുണ്ട്. അശ്വിൻ്റെ കയ്യിലേക്ക് ഒരു കിറ്റ് കൊടുക്കുവാണ്. മോൻ പറഞ്ഞ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം പറയുന്നുണ്ട് വണ്ടി ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇവിടെ തൊട്ട് ടൗൺ വരെ ആ വണ്ടിയിൽ പോകാം, അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലെത്താം എന്ന് പറയുവാണ്. ഓ വളരെ ഉപകാരം ചേട്ടാ, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ആ ചേട്ടൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറവുണ്ട് എന്ന് പറയാണ്. ശരി എങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോ, സമയം വൈകിപ്പിക്കേണ്ട എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് പോകുന്നുണ്ട്. ശ്രുതിയുടെ കയ്യിലേക്ക് ആ ഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നിനക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്, നമുക്ക് പോകാം എന്ന് അശ്വിൻ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ആഹാ, അപ്പോൾ കാണുന്നവര് സത്യങ്ങളാ കാരണല്ലേ, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനൊരു കല്യാണം കഴിച്ചതോ? ഞാനൊരു കല്യാണം കഴിച്ചു, ആ പോയ അഞ്ജലി എൻ്റെ ഭാര്യ തന്നെയാണ്. പക്ഷെ അങ്കിളുടെ മകളുണ്ടല്ലോ ശ്രുതി, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു കല്യാണം കഴിച്ച ആൾക്ക് എന്താ വേറെ പ്രണയിച്ചുകൂടെ? അങ്ങനെ പ്രണയിച്ചുകൂടായില്ലല്ലോ. എടാ ചതിയാ, നീ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ എടാ ചതിക്കണമെന്ന് പറയണമ്പോഴേക്കും അത് ചതിയല്ല, എനിക്കൊരു സ്നേഹം തോന്നി, അത് ഞാൻ പ്രകടിപ്പിക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് പറയണം. ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അഞ്ജലിയുടെ വണ്ടി വീണ്ടും ഇവിടെ അടുത്തേക്ക് വരും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് അഞ്ജലി ചേട്ടാ, മോളു എന്താ പിന്നെയും വന്നത്? അല്ല ചേട്ടൻ്റെ ഫോൺ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അല്ല ചേട്ടൻ്റെ മുഖം എന്താ വല്ലാതിരിക്കണത്? ഒന്നുമില്ല, ഞാൻ ഫോൺ തപ്പുമായിരുന്നു എന്ന് പറയുമ്പോൾ ശരി ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി വണ്ടിയായിട്ട് പിന്നെയും പോകുക കേട്ടോ. പെട്ടെന്നാണ് ശ്യാം തിരിയുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ അവിടെ നിന്ന് അപ്പോഴേക്കും മുങ്ങിക്കഴിഞ്ഞായിരുന്നു. ശ്രുതിയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുക കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യം പ്രമീലയുടെ അടുത്ത് രാധയുടെ പറഞ്ഞ രാധേ, പ്രമീലെ, പ്രീതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ ഇവരാരും ഇവിടെ ഇല്ലേ എന്നിട്ട് വേഗം ഫോൺ എടുക്കുന്നുണ്ട് നമ്മുടെ പ്രമീളനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുവാണ്. അച്ഛൻ ആരെയും വിളിച്ചു കൂടത്, അവരാരും ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്യാം ശ്രുതിയുടെ അച്ഛനെ കയ്യിലേക്ക് ഇങ്ങനെ ബലത്തിൽ കയറി പിടിക്കുക കേട്ടോ. ശ്രുതിയുടെ അച്ഛനൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല, അത്ര ബലത്തിലാണ് കയറി പിടിക്കുന്നത്. അച്ഛാ ഞാനൊരു പാവല്ലേ അച്ഛാ, എന്നിങ്ങനെ തെറ്റിദ്ധരിക്കാവോ അച്ഛാ, അച്ഛനും മോളെ ശ്രുതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അഭിനയിക്കുക. അഭിനയം നിർത്തടാ എന്ന് ശ്രുതിയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ശ്യാം വീണ്ടും നിങ്ങൾ മര്യാദയ്ക്കിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കും. എങ്ങോട്ടേക്കാണെന്ന് അറിയാവോ? ശവകുടീരത്തിലേക്ക്, നിങ്ങൾ ഞാൻ ശവമാക്കുമെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛനാകെ ഞെട്ടുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി ഇറങ്ങുവാട്ടോ. ആ ശേഷം ചേച്ചിയും ചേട്ടനും വരുന്നുണ്ട്. ചേട്ടൻ പറയുന്നുണ്ട് മോനെ ഇയാളെ ഞാൻ പറഞ്ഞ മുത്തു, ഇയാളെ ടൗൺ വരെ കൊണ്ടാക്കും കേട്ടോ, പിന്നീട് നിങ്ങൾക്ക് വേറെ വണ്ടി പിടിച്ച് പോകാം. വളരെ ഉപകാരം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് ആ ചേട്ടൻ്റെ കൈ കൊടുക്കുവാണ്. ആ ചേച്ചി പറയണ്ട മോളു, നിങ്ങളിനി ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് കയറാൻ മടിക്കരുത് കേട്ടോ. ശരി ചേച്ചി എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഡ്രൈവറായ മുത്തുവിൻ്റെ കൂടെ നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി പോകുന്ന സമയത്ത് ആ ഗുണ്ടകൾ വീണ്ടും വരുക കേട്ടോ. എന്നിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, എടി നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്, നിന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ ചേട്ടന്മാരെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളുടെ മകളല്ല ഞാൻ. എൻ്റെ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി കട്ടെടുത്തോണ്ട് പോയി, ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് വേണ്ട, നീ ഒരു കടവും പറയാൻ നിൽക്കണ്ട, എല്ലാം എനിക്കറിയാം. എടാ മര്യാദയ്ക്ക് ഇവിടെ തന്നിട്ട് നീ പോവാൻ നോക്ക്, പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അശ്വിൻ. ആ സമയത്ത് അതിൻ്റെ ഒരു ഗുണ്ട അശ്വിൻ അടിക്കാൻ വേണ്ടി വരുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ആ ഗുണ്ടയുടെ കയ്യിൽ കയറി പിടിക്കുക കേട്ടോ. അതിനുശേഷം അവിടെ അടിയും പിടിയും വഴക്കും തള്ളും അതുപോലെ തന്നെ പിടുത്തവും ഒക്കെ ആവും കേട്ടോ. അങ്ങനെ സർ എന്ന് ശ്രുതി പറയുമ്പോൾ അതൊന്നും തന്നെ അശ്വിൻ കേൾക്കുന്നില്ല. അങ്ങനെ അശ്വിൻ ആ ഗുണ്ടകളെല്ലാവരെയും അടിച്ചൊതുക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതിനും കൊണ്ട് പോകാൻ പോവാട്ടോ. അശ്വിനാകെ ദേഷ്യം വരുന്നുണ്ട്, കാരണം ശ്രുതിന് അതിലൊരു ഗുണ്ട ഇനി നാളെ ശ്രുതിന് അതിലൊരു ഗുണ്ട പിടിച്ചിട്ട് വലിക്കുമ്പോഴേക്കും ശ്രുതിയുടെ നെറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴേക്കും അശ്വിന് ദേഷ്യം കൂടിയിട്ട് ആ ഗുണ്ടകളെയൊക്കെ ശരിക്കും ചാവാനാവുന്ന രീതിയിലേക്ക് അശ്വിൻ തള്ളി മറിച്ചിടാൻ പോകുന്ന ഭാഗങ്ങളാട്ടോ നമ്മൾ നാളെയും കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.